നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കാര്യം എന്താണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, ഇവിടെ നമുക്ക് യു എയിൽ നിന്ന് അബുദാബിയിൽ നിന്നാണെങ്കിലും ഇവിടെ നിന്നാണെങ്കിലും നമ്മൾ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് നമ്മളവിടെ പോയി ഇറങ്ങുമ്പോൾ കൊച്ചി എയർപോർട്ടാണ്. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള ആ വ്യൂ ഒക്കെ അടിപൊളിയാണ്. ആ പച്ചക്കളറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അകത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ്റെ ഒരു വലിയൊരു ക്യൂ ആണ്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലിയൊരു ഫ്രസ്ട്രേഷൻ. നിങ്ങൾ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പദ്ധതിയിൽ കൂടെ നമുക്കിത് വളരെയധികം ചുരുക്കിയിട്ട് 20 സെക്കൻഡ് കൊണ്ട് കിടക്കുന്ന രീതിയിൽ ഉള്ളൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് നമുക്ക് കുറച്ച് എയർപോർട്ടുകളിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കൊച്ചി എയർപോർട്ടിലും അത് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു വാർത്ത. അപ്പോൾ കൊച്ചിയിൽ 4 കൗണ്ടറാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പോകുന്നതിനും വരുന്നതിനുമായിട്ട് ഈ സ്മാർട്ട് വേ അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയുന്ന 20 സെക്കൻഡ് കൊണ്ട് പാസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇമിഗ്രേഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പതിവ് പോലെ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിനകത്ത് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതിനകത്ത് നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. FTI TTP ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ എല്ലാ പാസഞ്ചേഴ്സിനും ഇല്ല. നമുക്ക് കുറച്ച് പാസഞ്ചേഴ്സിനെ അവർ ചെക്ക് ചെയ്തിട്ട് അവർ വെരിഫിക്കേഷൻ കഴിഞ്ഞ ആളുകൾക്കാണ് ഈ ഒരു പ്രോസസ്സിലൂടെ പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു രജിസ്ട്രേഷൻ ഉണ്ട്, ഒരു ഒറ്റത്തവണ രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ വിശദമായിട്ട് ചെറിയൊരു വീഡിയോ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യും. അത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ചെറിയൊരു രൂപരേഖ നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അതിനുവേണ്ടി പറയുകയാണ്, ഈ ഒരു പ്രോസസ്സ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയും. ഇന്ത്യൻ സിറ്റിസൺസിനും അതുപോലെ തന്നെ OCI കാർഡുള്ള, അതായത് ഓവർസീസ്ഡ് സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾക്ക് അവർക്കൊരു കാർഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഇതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ വന്ന് പോകാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണ്? ഫോട്ടോ, നമ്മുടെ ഒരു കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ആ ഫോട്ടോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവി പുറത്ത് കാണുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 6 മാസത്തിൽ കൂടുതലായിട്ട് ഉണ്ടാവരുത് ആ ഫോട്ടോ എടുത്തിട്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ടിന് മിനിമം 6 മാസമെങ്കിലും വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് അഡ്രസ് പ്രൂഫാണ്. അഡ്രസ് പ്രൂഫ് എന്ന് പറയുമ്പോൾ കുറച്ചധികം ഡോക്യുമെൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ ഇലക്ഷൻ ID, ഫോട്ടോ പതിപ്പിച്ചിട്ടുള്ള ഇലക്ഷൻ ID നമുക്ക് യൂസ് ചെയ്യാം. ഡ്രൈവിംഗ് ലൈസൻസ് യൂസ് ചെയ്യാം. നമ്മുടെ ടെലിഫോൺ ബില്ല് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട്, ആർക്ക് സ്പൗസിന്, പാർട്ട്ണറുടെ പാസ്പോർട്ടിനകത്ത് അവരുടെ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ പാരൻസിൻ്റെ പാസ്പോർട്ട് കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ട് എടുത്ത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡ് ഇതിനകത്ത് നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഓർക്കുക. ഇനി ഇതൊക്കെ ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക്. ഇന്ത്യക്ക് പുറത്താണ് നിങ്ങളുടെ താമസമെങ്കിൽ താമസരേഖയായിട്ട് നിങ്ങൾ ആ രാജ്യത്തുള്ള ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു രേഖ ഇതിനകത്ത് നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് അറ്റാച്ച് ചെയ്യണം. ഇതിനകത്ത് പറ്റാത്ത കുറച്ച് സെക്ഷൻസ് ഉണ്ട്. അത് ഒന്ന് ECR, ഇമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് എന്ന് പറയുന്ന ECR കാറ്റഗറിയിലുള്ള പാസ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ പോകാൻ കഴിയില്ല. അതുപോലെ 12 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഇത് ചെയ്യാൻ കഴിയില്ല. ഇതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമിനകത്ത് അല്ലെങ്കിൽ ബ്രൗസറിനകത്ത് FTI TTP മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ അടിക്കുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം, അതല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാമെന്നിട്ട് വരും. അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി മെയിൽ ID രജിസ്റ്റർ ചെയ്തവർക്ക് ഇവിടെ നമുക്കത് ചെയ്യാം. അതല്ലാത്തവർക്ക് ഏറ്റവും താഴത്ത് ഡോണ്ട് ഹാവ് അക്കൗണ്ട് സൈനപ്പ് എന്ന് കാണും. അവിടെ ആ സൈനപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുക്കുക. അത് രണ്ടും വെരിഫൈ ചെയ്യണം. അത് രണ്ടും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള സിറ്റുവേഷനിൽ നമുക്ക് പേജ് വന്നിട്ട് നമുക്ക് അതിനകത്ത് അപ്ലൈ ഓൺലൈൻ എടുക്കാവുന്നതാണ്. അങ്ങനെ അപ്ലൈ ഓൺലൈൻ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. അവിടെ നമുക്ക് നാഷണാലിറ്റി യൂസ് ചെയ്യാനുണ്ടാവും. ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ നമുക്ക് OCI കാർഡ് യൂസ് ചെയ്യുന്ന ഫോറിനർ ആണോ എന്നുള്ളത് അവിടെ നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇന്ത്യൻ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് വരും. നമ്മുടെ ബേസിക് ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു പേജ്. അവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ടിൻ്റെ പേര് അതുപോലെ കൊടുക്കുക, സർനെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ ചൂസ് ചെയ്യുക, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, പിന്നെ പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഇത്രയും കൊടുക്കുക. അതിനുശേഷം ECNR, അതായത് ECR വേണ്ട ആളാണോ അതല്ലെങ്കിൽ ECNR വേണ്ടാത്ത ആളാണോ ചൂസ് ചെയ്യുക. അപ്പോൾ ECNR വേണ്ട എന്നുള്ളത് ചൂസ് ചെയ്യുക. ഇനി വേറെ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യുക. അതിനുശേഷം താഴെ നമുക്ക് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. നമ്മൾ താമസിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ പാസ്പോർട്ടിലെ സ്ഥലം ഒന്നാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇടാം. അതല്ലെങ്കിൽ രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത്, അപ്പോൾ ഇന്ത്യയിൽ ഹൗസ് നമ്പർ, സ്ട്രീറ്റ് നമ്പർ, സിറ്റി,
സ്റ്റേറ്റ്, ജില്ല, പിൻകോഡ് എല്ലാം കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ അഡ്രസ്സ് പാസ്പോർട്ടിലുള്ളതാണോ അല്ലെന്നുള്ളത് യൂസ് യെസ് ഓർ നോ കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ ഡിക്ലറേഷൻ്റെ സൈഡിൽ നമുക്ക് കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയിട്ട് അവിടെ എല്ലാം ടിക്ക് കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് അറ്റാച്ച്മെൻറ്റ് ഫില്ല് ചെയ്യേണ്ടതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റി വീണ്ടും വിശദമായിട്ട് പറയുന്നില്ല. ആധാർ കാർഡ് പറ്റില്ല എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ബയോമെട്രിക് എവിടെ കൊടുക്കേണ്ടതെന്നാണ്, ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിലാണോ അല്ലെങ്കിൽ FRROയിലാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഏതാണോ എളുപ്പം, അത് എയർപോർട്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, അതല്ലെങ്കിൽ FRRO ചൂസ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ സക്സസ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ ID-യും പാസ്പോർട്ട് നമ്പറും ഒക്കെ കൂടിയിട്ട് ഒരു ഇത് വരും. അതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ മെയിലായിട്ട് വരുന്നതാണ്. ഈ പ്രോസസ്സിന് മൊത്തത്തിൽ അവർ ഏകദേശം ഒരു 1 month വരെയാണ് ടൈം പീരീഡ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മുടെ ബയോമെട്രിക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് യൂസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിലുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് FRROയിലാണെങ്കിലും അതല്ലെങ്കിൽ എയർപോർട്ടിൻ്റെ അകത്ത് നമുക്ക് ഇമിഗ്രേഷൻ കൗണ്ടറുകളാണെങ്കിലും ഈ പോയിട്ട് നമ്മുടെ ബയോമെട്രിക് ചെയ്യാനായിട്ട് ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് കിട്ടിയ ഡേറ്റിന് നമുക്ക് പോയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫേസും അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും അവർ വെരിഫൈ ചെയ്യും. അത് സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യുന്നതിനകത്ത് ഈ പറയുന്ന രീതിയിൽ വലിയ ക്യൂവിലൊന്നും നിന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഒരു 20 സെക്കൻഡ്സിനകത്ത് കവർ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഏകദേശം 8 എയർപോർട്ട്, ഡൽഹിയും അഹമ്മദാബാദും ഹൈദരാബാദും ചെന്നൈയും ബാംഗ്ലൂരും അങ്ങനെ ഒരുപാട് എയർപോർട്ടുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കൊച്ചിയും ഈ കഴിഞ്ഞ ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കെല്ലാം ഈ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ട് മാത്രം പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു രജിസ്ട്രേഷനോ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മെയിൽ ID-യിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് കൂടെ ഓർക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.